ആരാണ് കൂടുതൽ നല്ല മാർപ്പാപ്പ? പോപ്പ് ബെനഡിക്റ്റോ അതോ പോപ്പ് ഫ്രാൻസിസോ? കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലേ. ചിലർക്കിത് ചിരിയും പടർത്തിയേക്കാം. ഈശോയോട് ഇതുപോലെ ഒരാൾ വന്ന് ചോദിച്ചു, ആരാണ് നല്ലവൻ? ഈശോ അതിന് പ്രതികരിച്ചത്, ദൈവം ഒരുവനല്ലാതെ മറ്റാരും നല്ലവനല്ല എന്നാണ്. പരമനന്മ ദൈവമാണ്. നന്മയുടെയും തിന്മയുടെയും അളവുകോലും ദൈവസാന്നിധ്യമാണ്. വിധി പ്രഖ്യാപിക്കുവാൻ ദൈവത്തിനെ കഴിയൂ. വിധി അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് ഇടപെടണ്ട. ചില വിലയിരുത്തലുകളാവാം. ഇവരെ തമ്മിൽ പഠിക്കുമ്പോൾ, ഈ രണ്ട് മാർപ്പാപ്പന്മാരെയും തമ്മിൽ പഠിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ കമ്പാരിറ്റീവ് സ്റ്റഡിയുടെ ചില എലമെൻറ്റ്സ് MJTV നിങ്ങൾക്കായി നൽകാമെന്ന് കരുതുകയാണ്. ഒന്ന്, ബെനഡിക്റ്റ് മാർപ്പാപ്പ തികച്ചും ഒരു അക്കാഡമിക് തിയോളജിയൻ, ഒരു ഡോഗ്മാറ്റിക് തിയോളജിയൻ ആയിരുന്നു. വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും അത് എഴുതുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 1960കളുടെ ഒടുവിലും 70കളുടെ ആരംഭത്തിലും മാർപ്പാപ്പ ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിച്ചു. അതായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ കുറച്ചുകൂടെ ഒരു വാതിൽ തുറക്കപ്പെട്ടപ്പോൾ അത് വരുത്തിയ ചില അനന്തരഫലങ്ങളുണ്ട്. സഭാജീവിതത്തിൽ വന്ന ചില തിക്കുമുട്ടലുകളുണ്ട്. കുറച്ച് വൈദികരെങ്കിലും സഭ വിട്ടുപോയി. വിശ്വാസ സത്യങ്ങളെ കുറച്ചുകൂടെ പുനരാഖ്യാനം ചെയ്യാനുള്ള ശ്രമമാണ് റാറ്റ്സിംഗർ നടത്തിയത്. അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പാസ്റ്ററൽ തിയോളജിയനാണ്. അജപാലനപരമായ ഇഷ്യൂസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ക്ലറിക്കലിസത്തെ, വൈദിക മേൽക്കോയ്മ എന്നൊരു സംഗതി സഭയിൽ ഉണ്ടാകരുതെന്നും ആടുകൾക്ക് വേണ്ടി അവൈലബിൾ ആകുന്ന, എപ്പോഴും സംലഭ്യനാകുന്ന ഒരു ഇടയന്മാരുടെ ഗണമായി സഭ മാറണമെന്നുമൊക്കെ വാദിക്കുന്ന ഒരു വേറിട്ട ശബ്ദമായി ഫ്രാൻസിസ് മാർപ്പാപ്പ മാറി. രണ്ടാമത്തെ കാര്യം, ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരു ഫോർമൽ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വളരെ മനോഹരമാണ്. ജോൺ പോൾ രണ്ടാമൻ്റെ എല്ലാ ചാക്രിക ലേഖനങ്ങളുടെയും പിന്നിൽ ഒന്നാമനായി പ്രവർത്തിച്ചത് റാറ്റ്സിംഗർ എന്നുള്ളത് പരസ്യമായൊരു രഹസ്യമാണ്. അതായത് ജോൺ പോൾ രണ്ടാമൻ പുറത്തുവിട്ട എല്ലാ ചാക്രിക ലേഖനങ്ങളും രൂപപ്പെട്ടത് റാറ്റ്സിംഗറിലൂടെയാണ്, ബെനഡിക്റ്റ് മാർപ്പാപ്പയിലൂടെയാണ്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രസംഗകനാണ്, പൊതുപ്രസംഗകനാണ്, അനേകരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു പോപ്പുലർ സ്പീക്കറാണ്. മൂന്നാമത്തേത്, ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ രചനകളിൽ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും ദൈവശാസ്ത്ര സത്യങ്ങളും നിരന്തരം നിഴലിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രചനകളിൽ ഇന്നത്തെ അസ്തിത്വ പ്രശ്നങ്ങളാണ് നിഴലിച്ചത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളുമായിരുന്നു കൂടുതലും. നാലാമത്തെ കാര്യം, പരക്കെ പറയപ്പെടുന്ന ഒരു സംഗതിയാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നുള്ളത്. പരിമിതികളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരാളാണ് അദ്ദേഹം. ഒരുപാട് പേരെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ റോമിൻ്റെയും വത്തിക്കാൻ്റെയും ഒക്കെ വാതിലുകൾ അടഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. തീർത്ഥാടകരുടെ എണ്ണം, സഞ്ചാരികളുടെ എണ്ണം വളരെ കുറഞ്ഞു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തികച്ചും ഒരു എക്സ്ട്രാവേർട്ടാണ്, ബഹിർമുഖനാണ്. അദ്ദേഹം ആളുകളെ തേടി പറന്ന് നടന്ന് സഞ്ചരിച്ച് ജീവിതം കൊടുത്ത വ്യക്തിയാണ്. വത്തിക്കാൻ ടൂറിസം മേഖലയിലും റോമിൻ്റെ ടൂറിസം മേഖലയിലും അത്ഭുതകരമായ മുന്നേറ്റമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്തുണ്ടായത്. ബെനഡിക്റ്റ് മാർപ്പാപ്പ എഴുത്തിൻ്റെയും ചിന്തയുടെയും കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഡയലോഗിൻ്റെയും ലിസണിങ്ങിൻ്റെയും മേഖലയിൽ മുൻപന്തിയിൽ ഉള്ള വ്യക്തിയാണ്. സ്നേഹത്തോടെ കേൾക്കാൻ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ്. മീഡിയയുടെ ഒരു പ്രോത്സാഹനം ലഭിക്കാതെ പോയ മാർപ്പാപ്പയാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ. ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിറകുകൾ അരിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ അത്ഭുതകരമായ മീഡിയ സപ്പോർട്ട് കിട്ടിയ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മീഡിയ അദ്ദേഹത്തിന് സുവർണ ചിറകുകൾ നൽകിയെന്നും പറയാം. ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ പല നന്മകളും മീഡിയ ഒതുക്കി കെട്ടിയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പല നന്മകളും പുറം ലോകത്തെ അറിയിക്കാനും മീഡിയയ്ക്ക് കഴിഞ്ഞു.